ഇളം കടൽക്കാറ്റ് കടന്ന് പള്ളിമണിനാഥം അന്തരീക്ഷമാകെ അലിഞ്ഞു ചേരുന്ന നനുത്ത കാലാവസ്ഥയാണ് കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങൾക്കേറെയും. ആഴങ്ങളിൽ വലയെറിയാൻ പോകുന്ന കടലിൻ്റെ മക്കളുടെ പ്രാർത്ഥനാ ഗീതികളും ഇവിടുത്തെ തീരത്തിന് സ്വന്തം. അവിടെയാണ് നമ്മൾ ഇന്ന് തേടിപ്പോകുന്ന ഉണ്ണിമിശിഹ പള്ളി. ആയിരത്തി 1614 ആദ്യത്തെ പള്ളി ഇവിടെ നിർമ്മിക്കുന്നത്. 1611 വർഷമായി. അതിനുശേഷം 1906 ഒരു ഇടവകയായിട്ട് ഇത് മാറുന്നത്. ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ 1614 പോർച്ചുഗീസുകാർ സ്ഥാപിച്ചൊരു ചരിത്രപ്രധാനമായ റോമൻ കാത്തോലിക്ക പള്ളിയാണ് തങ്കശ്ശേരിയിലെ ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്ക രൂപതയായ കൊല്ലം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ്. പഴയ കൊല്ലം നഗരത്തിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ പള്ളി ഇന്ന് നിലനിൽക്കുന്നു. ഇൻഫന്റ് ജീസസ് കത്തീഡ്രലിൻ്റെ ചരിത്രം 1503 തങ്കശ്ശേരി പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നപ്പോഴാണ് ആരംഭിക്കുന്നത്. അൽഫോൺസോ ഡി അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തെത്തിയ പോർച്ചുഗീസുകാർ ഒരു കോട്ട നിർമ്മിച്ച് തങ്കശ്ശേരിയെ സുശക്തമായ നഗരമാക്കി മാറ്റി. ഈ കോട്ട ഫോർട്ടലേസ ഡ സാവോ തോമെ അഥവാ സെന്റ് തോമസ് ഫോർട്ട് എന്നറിയപ്പെടുന്നു. ആയിരത്തി 1544 1549 തൻ്റെ സന്ദർശന വേളകളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ തങ്കശ്ശേരിയിൽ ഒരു പള്ളി, ഒരു കോളേജ്, ഒരു പ്രിന്റിംഗ് പ്രസ്, ഒരു മതപഠന കേന്ദ്രം എന്നിവ സ്ഥാപിച്ചു. 1614 പോർച്ചുഗീസുകാർ ഇൻഫന്റ് ജീസസ് പള്ളി അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനത്ത് സ്ഥാപിച്ചു. പിന്നീട് 1661 ഡച്ചുകാർ തങ്കശ്ശേരിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളികളും മറ്റ് നിർമ്മിതികളും നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ 1789 കൊല്ലത്തെത്തിയ കർമ്മലീത്ത മിഷണറിമാർ ഈ പള്ളി പുതുക്കി പണിയുകയും അതിന് ബോം ജസു അഥവാ ഇൻഫന്റ് ജീസസ് ചർച്ച് എന്ന് പേര് നൽകുകയും ചെയ്തു. ആയിരത്തി 1838 മലബാർ വികാരിയത്ത് വരാപ്പുഴയെ ആസ്ഥാനമാക്കി സ്ഥാപിച്ചപ്പോൾ കൊല്ലം അതിനോട് ചേർന്നു. തങ്കശ്ശേരിക്ക് സഭാപരമായ കാര്യങ്ങളിൽ അതിൻ്റെ പ്രധാന സ്ഥാനം നിലനിർത്തുകയും
അത് കർമ്മലീത്ത ദൗത്യങ്ങളുടെ താവളമായി മാറുകയും ചെയ്തു. 1845 കൊല്ലം വികാരിയത്ത് രൂപീകരിച്ചു. വളരെ പ്രധാനമായിട്ടും ആ സമയത്തൊക്കെ ഒരു വലിയ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ ഇടവകയുടെ പ്രധാനപ്പെട്ട വിശ്വാസികളെന്ന് പറയുന്നത്. പിന്നീട് ഈ 1906 ഇടവകയായിട്ട് മാറി. പിന്നീട് വന്ന കുറേ കാലം കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നര ഒരു കൊച്ചു ദേവാലയമായിരുന്നു, വളരെ ചെറിയ ഒരു ദേവാലയമായിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന ദേവാലയത്തിൻ്റെ പകുതി വലിപ്പം പോലും ഇല്ലാത്ത ഒരു ദേവാലയമായിരുന്നു. അത് രൂപതയുടെ പ്രോ കത്തീഡ്രൽ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. കത്തീഡ്രൽ ദേവാലയം രൂപതയ്ക്ക് ഇല്ലായിരുന്നു. അതിനുശേഷം 2000 കൊല്ലം രൂപതയുടെ രണ്ടാമത്തെ തദ്ദേശീയ മെത്രാൻ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവ് 2000 ഓഗസ്റ്റ് 9 ഈ ദേവാലയത്തിന് വേണ്ടി കല്ലിട്ടതും. അതിനുശേഷം അടുത്തു വന്ന മെത്രാൻ, മൂന്നാമത്തെ മെത്രാൻ അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവ് 2005 ഡിസംബർ 3 ഈ ദേവാലയം പ്രതിഷ്ഠിച്ച് നൽകിയത്. ആ സമയത്ത് റാഞ്ചി ആർച്ച് ബിഷപ്പ് കാർഡിനൽ ടെലസ്പർ ടോപ്പയാണ് ഈ ദേവാലയം ആശീർവദിച്ച് പ്രതിഷ്ഠിച്ച് നൽകിയത്. ഇപ്പോൾ 20 വർഷം പൂർത്തിയായി ദേവാലയം. പഴയ പ്രോ കത്തീഡ്രൽ കാലപ്പഴക്കത്താൽ ജീർണിച്ചതിനാൽ വർദ്ധിച്ചു വരുന്ന വിശ്വാസ സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ കെട്ടിടത്തിനായുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു. പഴയ പള്ളി പൊളിച്ചു മാറ്റുകയും 2000 മോൺസിഞ്ഞോർ പോൾ മുല്ലശ്ശേരിയുടെ കാലയളവിൽ ബിഷപ്പ് ജോസഫ് ജി ഫെർണാണ്ടസ് തറക്കല്ലിടുകയും ചെയ്തു. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ദേവാലയം, ഇവിടെ ഇത് കൊല്ലം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ്. ഇവിടെ ഒരു 650ഓളം കുടുംബങ്ങളാണ് ഈ ദേവാലയത്തിൽ ഇടവക അംഗങ്ങളായിട്ടുള്ളത്. എന്നിരുന്നാലും വളരെയധികം പേർ ഈ ദേവാലയത്തിൻ്റെ അതിർത്തികളിൽ വളരെയധികം പേർ ഭവനങ്ങൾ ഇടവക അംഗങ്ങളല്ലാത്തവർ താമസിക്കുന്നുണ്ട്. കാരണം ഈ ദേവാലയത്തോട് ചേർന്ന് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ICSE സ്കൂളുണ്ട്. അതിനടുത്ത് തന്നെ മറ്റൊരു മൗണ്ട് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്കൂളിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒത്തിരിയും കുടുംബങ്ങൾ, ഭവനങ്ങൾ ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ ദേവാലയത്തിലാണ് ആരാധനയ്ക്കും മറ്റ് വിശ്വാസപരമായ എല്ലാ കാര്യങ്ങൾക്കും ശുശ്രൂഷകൾക്കെല്ലാം കടന്നു വരുന്നത്. മൊത്തത്തിൽ കുടുംബങ്ങളുണ്ട്, 700ഓളം കുടുംബങ്ങളുണ്ട്. അത് നമ്മൾ കുറച്ച് കുടുംബങ്ങൾ ചേർന്ന് BCC ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ഏകദേശം 21 ഗ്രൂപ്പ് BCC യൂണിറ്റുകളാണ് ഉള്ളത്. 21 യൂണിറ്റുകളിലായി 650-700ഓളം ഫാമിലീസ് ഉണ്ട്. അതിൽ 4 BCC യൂണിറ്റുകൾ ഇംഗ്ലീഷ് യൂണിറ്റുകളാണ്. അവർക്ക് ദേവാലയത്തിലും അതുപോലെ ഞായറാഴ്ചകളിൽ 4 ദിവ്യബലിയാണുള്ളത്. അതിൽ വൈകുന്നേരമുള്ള ദിവ്യബലി, ഇംഗ്ലീഷ് ദിവ്യബലി ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വീക്ക് ഡേയ്സിലും പിന്നീട് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് സർവീസാണ് ഉള്ളത്. ബാക്കി മലയാളം സർവീസും ഉണ്ട്.
ഉണ്ണീശോയുടെ സാന്നിധ്യവും അനുഗ്രഹവും വളരെയധികം ആണ് ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടും ഇവിടെ കടന്നു വരുന്നവരിൽ. ഇവിടെ ഉണ്ണീശോയുടെ നൊവേന എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നൊവേനയും 5:30 മണിക്ക് ദിവ്യബലിയുമാണ്. പിന്നീട് ഉണ്ണീശോയുടെ തിരുനാൾ വളരെയധികം ആഘോഷത്തോടെ നടത്താറുണ്ട്. ഡിസംബർ 22 തുടങ്ങി ജനുവരി 1 എല്ലാ വർഷവും തിരുനാൾ. തീരുന്നത് ജനുവരി 1. ഡിസംബർ 22 മുതൽ 1 വരെയുള്ള ദിവസങ്ങളിൽ, പ്രത്യേക ക്രിസ്മസിൻ്റെ കാലങ്ങളൊക്കെ വളരെ വലിയ ആഘോഷമായിട്ടാണ് ഈ ഉണ്ണീശോയുടെ തിരുനാൾ ഈ ദേവാലയത്തിൽ നടത്തുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത് ദൈവദാസൻ ജെറോം എം ഫെർണാണ്ടസ്, അതായത് നമ്മുടെ കൊല്ലം രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ. അദ്ദേഹം 40 വർഷത്തോളം രൂപതാ മെത്രാനായിരുന്നു. പിന്നീടൊരു താപസൻ്റെ സന്യാസിയുടെ ജീവിതം മെത്രാനായിരിക്കുന്ന കാലയളവിൽ ജീവിച്ചാണ്. അദ്ദേഹം ദൈവദാസനായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ദേവാലയത്തിൻ്റെ താഴ്ഭാഗത്ത് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്താണ്. അതുപോലെ തന്നെ മുൻ മെത്രാൻ മരണപ്പെട്ട ജോസഫ് ജി ഫെർണാണ്ടസ് മെത്രാനും ഇവിടെ തന്നെയാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജെറോം പിതാവിൻ്റെ അടുക്കൽ മാധ്യസ്ഥം തേടി കുറേ പേര് പ്രാർത്ഥിക്കാനായിട്ട് ഈ കബറിടത്തിൽ വരികയും എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ച മുതൽ വളരെ പ്രത്യേകമായി ജെറോം പിതാവിൻ്റെ ആ കബറിടത്തിൻ്റെ അടുക്കൽ കുറച്ചധികം ആളുകൾ വന്ന് പ്രത്യേകം പ്രാർത്ഥന ശുശ്രൂഷ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. കൊല്ലം രൂപതയുടെ ആദ്യ തദ്ദേശീയ മെത്രാനായ ജെറോം എം ഫെർണാണ്ടസ് പിതാവിൻ്റെ കബറിടം തങ്കശ്ശേരി ഉണ്ണിമിശിഹ പള്ളിയിലാണ് ഉള്ളത്. ഫെബ്രുവരി 25 ഫ്രാൻസിസ് മാർപ്പാപ്പ ബിഷപ്പ് ഫെർണാണ്ടസിനെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തി. ഇന്നും ധാരാളം വിശ്വാസികൾ പിതാവിനോടുള്ള സ്മരണാർത്ഥം ഇവിടെ എത്താറുണ്ട്. പഴയ പള്ളിയുടെ അൾത്താര സാങ്ച്വറി, അത് നമ്മുടെ ബിഷപ്സ് ഹൗസ് ചാപ്പലിൽ, ഇപ്പോൾ ചാപ്പലിൻ്റെ ഒരു സാങ്ച്വറി ആയി രൂപപ്പെടുത്തി അവിടെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിഷപ്സ് ഹൗസ് ചാപ്പലിൽ സാങ്ച്വറി പഴയ ദേവാലയത്തിലെ സാങ്ച്വറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സാങ്ച്വറി കാണുമ്പോൾ, അതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാകും പഴയ പള്ളി എത്രത്തോളം ചെറുതായിരുന്നു എന്നുള്ളത്. എത്രത്തോളം ചെറുതായിരുന്നു.
ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന ആ, ജോലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവിടെ എല്ലാ രംഗത്തും ജോലി ചെയ്യുന്നവരുണ്ട്. എന്നാലും കൂടുതൽ പേരും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ വളരെയധികം യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെയാണ്. പിന്നീട് വാർദ്ധക്യത്തിലെത്തിയവർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നീട് കുറച്ചധികം സർക്കാർ ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നവരുമാണ് പിന്നീടുള്ളത്. എന്നിരുന്നാലും കൂടുതലും വിദേശ രാജ്യം. ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് തീരപ്രദേശവും പരിപാടി? തീരപ്രദേശത്തിനോട് അത്രയും അടുത്ത് നിൽക്കുന്നില്ല. എന്നിരുന്നാലും തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററിനപ്പുറം കടൽ തീരമാണ്. തങ്കശ്ശേരി, വളരെ പ്രസിദ്ധമായ തങ്കശ്ശേരി കോട്ടയും മറ്റുമൊക്കെ ഇതിനോട് അടുത്ത് തന്നെയാണുള്ളത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് തീരദേശത്തിൻ്റെതായ ഒരു ഏരിയ ആണ് അങ്ങോട്ട് കടന്നു പോകുന്നത്. വളരെയധികം ദേവാലയങ്ങൾ തീരദേശത്ത് ഉണ്ട്. നമ്മുടെ കൊല്ലം രൂപതയുടേതായിട്ടുണ്ട്. വളരെയധികം വിശ്വാസികൾ അടുത്തടുത്ത് ദേവാലയങ്ങളാണ്. ഒരു 2 കിലോമീറ്ററുകളിൽ 5-6 ദേവാലയങ്ങളൊക്കെ ഉണ്ട്. അത്രമാത്രം ജനസാന്ദ്രത, നമ്മുടെ കത്തോലിക്ക വിശ്വാസികളുടെ ജനസാന്ദ്രത ഈ പ്രദേശത്ത് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, ഒരു പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെയും നൊവേനയിൽ പങ്കെടുത്തതിൻ്റെയും ഉണ്ണീശോയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ലഭിക്കുന്നതിനെക്കുറിച്ച്. വളരെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വളരെയധികം ചെറുപ്പക്കാരൊക്കെ പോവുകയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വേഗം അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നത്, ജോലിയായാലും അവിടുത്തെ മറ്റ് സാധ്യതകളെല്ലാവർക്കും വളരെ വേഗം ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 1-2 പേര് മക്കളില്ലാത്തവർ, അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചത് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ലഭിച്ചതെന്ന് പറയുന്നു. വളരെ കൂടുതലായിട്ടും എപ്പോഴും പറയുന്നത് ഈ വിദേശ രാജ്യത്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ടായിരിക്കും വളരെയധികം പേര് വിദേശ രാജ്യങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ പോകുന്നുണ്ട്. പക്ഷെ പോകുന്നവരിൽ തന്നെ എല്ലാവർക്കും ഒന്നും വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചു കിട്ടുന്നില്ല. അവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടുന്നതിന് അനുഭവം പലപ്പോഴും പലരും വന്ന് പറയാറുണ്ട്. കൊല്ലം ജില്ലയിലെയും തങ്കശ്ശേരിയിലെ ജനങ്ങൾക്കും ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ഉണ്ണീശോ ദേവാലയം. തങ്കശ്ശേരി പ്രദേശത്തിലെ ആംഗ്ലോ ഇന്ത്യൻസിനും തദ്ദേശീയർക്കും ഒരു അനുഗ്രഹമാണ് ഇവിടുത്തെ ഉണ്ണീശോ. വിദേശികളായിട്ടുള്ളവർ ഉറപ്പായിട്ടും കൊല്ലത്തേക്ക് കടന്നു വരികയും കൊല്ലത്തൊരുപാട് വിനോദസഞ്ചാര മേഖലകളും സാധ്യതകളും ഉള്ളതുകൊണ്ട് വിദേശികൾ ഒരുപാട് കടന്നു വരാറുണ്ട്. കൂട്ടത്തിൽ തന്നെ ഇവിടേക്ക് പ്രത്യേകമായി തങ്കശ്ശേരി ഭാഗത്തേക്കും കടന്നു വരാറുണ്ട്. തങ്കശ്ശേരിയിലെ പ്രത്യേകമായ ആഘോഷങ്ങളിൽ പങ്കുചേരുവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആ പഴമ മനസ്സിലാക്കുവാനോ
തങ്കശ്ശേരി കോട്ടയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കാണുവാനോ അറിയുവാനോ ഒക്കെ ഒരുപാട് പേര് വിനോദസഞ്ചാരത്തിന് എത്തുന്നവരൊക്കെ സന്ദർശിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. പിന്നീട് ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷം വളരെ വളരെ പ്രൗഢമായിട്ട് നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് തങ്കശ്ശേരി. എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുമസും ന്യൂ ഇയറും വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാറുണ്ട്. പുതുക്കിയ കത്തീഡ്രൽ പള്ളിയുടെ മുഖ്യ ആകർഷണമാണ് ചുമരുകളിലെ ഉണ്ണിയേശുവിൻ്റെ ജീവിത വഴികൾ സൂചിപ്പിക്കുന്ന ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ. പടിഞ്ഞാറൻ സൂര്യപ്രകാശം അതിലേക്ക് പതിക്കുമ്പോൾ പ്രകാശപൂരിതമാകുന്ന ചിത്രങ്ങൾക്ക് ജീവൻ തുടിക്കും. ദേവാലയവാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ വരവേൽക്കാൻ നിറചിരിയോടെ ഉണ്ണീശോ കാത്തിരിക്കുന്ന തങ്കശ്ശേരി ഉണ്ണിമിശിഹ പള്ളി പ്രദേശത്തെ വ്യത്യസ്തരായ എല്ലാ മനുഷ്യർക്കും ആശ്വാസ കേന്ദ്രമാണ്. ഒപ്പം തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്ര വഴികളുടെ ഓരോ സ്പന്ദനവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ധാരാളം പുണ്യാത്മാക്കളുടെ കാൽപാദം പതിഞ്ഞ വിശുദ്ധ മണ്ണിലാണ് ആശ്വാസത്തിൻ്റെ അഭയകേന്ദ്രമായ ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ തങ്കശ്ശേരിയിൽ തലയുയർത്തി നിൽക്കുന്നത്.